മക്കളെ, ഇന്ന് നമുക്ക് ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയിലെ എക്സാം ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ ക്യാ ദേഖ? കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി എന്താണ് കണ്ടത്? ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ പക്കി സുൻഹലി ഫസലോ കി മുസ്കാൻ ജി ബർ ദേഖി. കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി പാകമായ വിളവുകളുടെ പുഞ്ചിരിയാണ് കണ്ടത്. ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ കോൻസി ആവാസ് സുനി? ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ ദാൻ കൂട്ടത്തി കിശോരിയോ കി കോകിൽ കണ്ടി താൻ ജി ബർ സുനി. എന്താ കേട്ടത്? ദാൻ കൂട്ടത്തി കിശോരിയോ കി കോകിൽ കണ്ടി താൻ. നെല്ലുകുത്തുന്ന പെൺകുട്ടികളുടെ കുയിൽ നാദമാണ് കേട്ടത്. ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ കോൻസി ഖുശ്ബൂ സൂങ്കി? കുറേ ദിവസങ്ങൾക്ക് ശേഷം ഏത് സുഗന്ധമാണ് കവി മണത്തത്? ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ മൗൽസിരി കെ ടേർ ടേർ സെ താസെ ടഡ്കെ ഫൂലോ കി ഖുശ്ബൂ ജി ബർ സൂങ്കി? കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി മൗലസിരിയിലെ ശുദ്ധമായ പൂക്കളുടെ സുഗന്ധമാണ് മണത്തത്. ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ കിസ് ചീസ് കോ ചുവ? കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി എന്ത് വസ്തുവാണ് തൊട്ടത്? ചുവാർണ തൊടുക, തൊട്ടത് എന്താണ്? ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ അപ്പനി ഗംവയി പകഡണ്ടി കി ചന്ദൻ വർണ്ണി ധൂൾ കോ ജി ബർ ചുവ? കുറേ ദിവസങ്ങൾ ശേഷം കവി തൻ്റെ ഗ്രാമത്തിലെ നടപ്പാതയിലുള്ള ചന്ദന നിറത്തിലുള്ള പൊടിയാണ് സ്പർശിച്ചത്. ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ കോൻസാ ഫൽ ഗായ ഓർ ക്യാ ചൂസ? കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി കഴിച്ച പഴം എന്തായിരുന്നു? എന്ത് ജ്യൂസാണ് കുടിച്ചത്? ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ താൾ മക്കാന ഗായ ഓർ ഗന്നെ ജി ബർ ചൂസെ? കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി താൾ മക്കാന കഴിച്ചു, ഗന്നെ ജി ബർ ചൂസെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ കിസ്ക അനുഭവ് കിയ? കുറേ ദിവസങ്ങൾക്ക് ശേഷം കവിക്ക് എന്തിൻ്റെ അനുഭവമാണ് ഉണ്ടായത്? ബഹുത്ത് ദിനോ കെ ബാദ് കവിനെ ഗന്ധ് രൂപ് രസ് ശബ്ദ് സ്പർശ് സബ്ക അനുഭവ് ജി ബർ കിയ? കുറേ ദിവസങ്ങൾക്ക് ശേഷം കവിക്ക് ഗന്ധം, രൂപം, രസം, ശബ്ദം, സ്പർശം, സബ്ക അനുഭവം എല്ലാത്തിൻ്റെയും അനുഭവം മനസ്സ് നിറയെ ലഭിച്ചു. ഫസലോ കി മുസ്കാൻ സെ ക്യാ തത്പര്യ ഹെ? വിളവുകളുടെ പുഞ്ചിരി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പക്കി ഹുയി ഫസലോം ധൂപ് മേൻ ചമക്തി ഹെ? പാകമായ വിളവുകൾ വെയിലിൽ തിളങ്ങുന്നു. ദാൻ കുർത്തി കിശോരിയോ കി കോകിൽ കണ്ടി താൻ ഇസ്സെ അപ്നെ ക്യാ സമച്ച? നെല്ലുകുത്തുന്ന പെൺകുട്ടികളുടെ കുയിൽ നാദം, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഗാന ഗാക്കർ ദാൻ കുർത്തി വാലെ ഗാവ് കി സുരീലി ആവാസ്? പാട്ട് പാടിക്കൊണ്ട് നെല്ലുകുത്തുന്ന ഗ്രാമത്തിലെ സുന്ദരമായ ശബ്ദം. गंवई पगडंडी की चंदन वर्णी धूल, यहाँ गाँव का कौन सा चित्र प्रकट होता है? ഒറ്റയടിപ്പാതയിലെ ചന്ദന നിറത്തിലുള്ള പൊടി, ഇവിടെ ഗ്രാമത്തിലെ ഏത് ചിത്രമാണ് പ്രകടമാകുന്നത്? ചന്ദൻ കി രംഗ് വാലി മിട്ടി ബരെ ഗാവ് കാ രാസ്ത? ചന്ദന നിറത്തിലുള്ള മണ്ണ് നിറഞ്ഞ ഗ്രാമത്തിലെ വഴി. സമാൻ ആശയവാലി പങ്ക്തിയാം, ഇവിടെ തന്നിരിക്കുന്ന ആശയത്തിൻ്റെ അതേ അർത്ഥം വരുന്ന വരികളാണ് താഴെയുള്ളത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ഇത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സമാൻ ആശയവാലി പങ്ക്തിയാം നോക്കാം. ഗേത്ത് സ്വർണ്ണവർണ്ണി ഫസലോം സേ സമൃദ്ധ് ഹേ? ആ ആശയം വരുന്ന വരികളാണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് എക്സാമിന് ഗേത്ത് സ്വർണ്ണവർണ്ണി ഫസലോം സേ സമൃദ്ധ് ഹേ ഈ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേം എന്നാണ് ചോദ്യം ഉണ്ടാവുക. ഈ ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക, അങ്ങനെയാണ് ചോദ്യം വരിക. അപ്പോൾ നമ്മൾ ഈ വരി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസറായിട്ട് എഴുതി കൊടുക്കേണ്ടത്.
നോക്കാം. അബ്കി മേംനെ ജി ബർ ദേഖി പക്കി സുൻഹലി ഫസലോं की मुस्कान. ग्रामीण बालाएं मेहनत करते हुए मधुर गीत गाती है. ഗ്രാമീണ യുവതികൾ മേഹനത്ത് കർത്തേ ഹുയെ പരിശ്രമിച്ചുകൊണ്ട് മധുരഗീതം പാടുന്നു. അർത്ഥം വരുന്ന വരികൾ ഏതാണ്? അബ്കി മേം ജി ബർ സുൻ പായ ദാൻ കുടുത്തി കിശോരിയോ കി കോകിൽ കണ്ടി താൻ. തൻ മൻ കോ ഊർജ ദേനെ വാലി ഖുശ്ബു ഫൈൽ ജാത്തി ഹെ. മനസ്സിനെയും ശരീരത്തിനെയും ഊർജം നൽകുന്ന, മനസ്സിലും ശരീരത്തിലും ഊർജം നൽകുന്ന ഖുശ്ബു സുഗന്ധം ഫൈൽ ജാത്തി ഹെ പരക്കുന്നു. അബ്കി മേംനെ ജി ബർ സൂംഗെ മൗൽസിരി കെ ടെർ ടെർ സെ താസെ ടഡ്കെ ഫൂൽ. गाँव की गलियों की सुनहली धूളി का एहसास हुआ. ഗ്രാമത്തിലെ തെരുവിലെ സുൻഹലി ധൂളി സ്വർണ്ണ നിറത്തിലുള്ള പൊടിയുടെ അനുഭവമുണ്ടായി. അബ്കി മേം ജി ബർ ചൂ പായ അപ്പനി ഗംവയി പകഡണ്ടി കി ചന്ദൻ വർണ്ണി ധൂൾ. मनपसंद देहाती गाना चखने का मौका मिला. अबकी मेमने जी भर ताल मखाना गाया गन्ने चूसे जी भर. मनपसंद देहाती ഗാന ചക്കനേക്ക മൗക്ക മില. മനസ്സിന് ഇഷ്ടപ്പെട്ട ഗ്രാമത്തിലെ ഭക്ഷണം കഴിക്കാനുള്ള അവസരം ലഭിച്ചു. कविता से इन पदों की विशेषता सूचित करने वाले शब्द पहचान कर लिखे. फसल അതുപോലെ തന്നെ താൻ, ഫൂൽ, ധൂൾ ഇതിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് സുൻഹലി. അപ്പൊ വിശേഷണാനന്ത് സുൻഹലി വിശേഷൺ ശബ്ദമാണ്. ഈ അടിവരട്ട ശബ്ദമൊക്കെ എന്താണ്? വിശേഷൺ ശബ്ദമാണ്. എക്സാമിന് നിങ്ങളോട് വിശേഷൺ ശബ്ദമാണ് ചോദിക്കുക. അപ്പോൾ സുൻഹലി എന്ന് പറയുന്നത് വിശേഷണാണ്. കോകിൽ കണ്ടി വിശേഷണാണ്. താസെ ടഡ്കെ വിശേഷൺ. ചന്ദൻ വർണ്ണി വിശേഷൺ. അപ്പം എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് നോക്കാം. സുൻഹലി ഫസൽ സ്വർണ്ണ നിറത്തിലുള്ള വിളവ്. അപ്പം വിളവിനെ സ്വർണ്ണ നിറത്തിലുള്ളത് എന്ന് വിശേഷിപ്പിച്ചു. കോകിൽ കണ്ടി താൻ എങ്ങനെയുള്ള നാദം എന്നാ പറഞ്ഞത്? കുയിൽ നാദം. അപ്പോൾ നാദത്തിനെ എങ്ങനെയാണ് പറഞ്ഞത്? കുയിലിൻ്റെ നാദവുമായിട്ടാണ് താരതമ്യം ചെയ്ത് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതാണ് വിശേഷിപ്പിച്ചത്. താസെ ടഡ്കെ ഫൂൽ. താസെ ടഡ്കെ ഫൂൽ. ഫൂലിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? താസെ ടഡ്കെ ഫൂൽ. ചന്ദൻ വർണ്ണി ധൂൾ. ധൂൾ പൊടി. പൊടിയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ചന്ദൻ വർണ്ണി. ചന്ദൻ വർണ്ണി എന്നാണ് പൊടിയെ വിശേഷിപ്പിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കവിതയുടെ ആശയമാണ്. കവിതാക്ക ആശയിലേക്ക് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞത്. नागार्जुन की कविता बहुत दिनों के बाद ग्रामीण जीवन की सुंदरता और साधारण सुखों का वर्णन करती है. നാഗാർജുൻ്റെ കവിതയായിട്ടുള്ള ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിത ഗ്രാമീണ ജീവൻ കി സുന്ദരത ഗ്രാമജീവിതത്തിൻ്റെ സൗന്ദര്യവും സാധാരണ സുഖവും കാ വർണ്ണൻ കർത്തി ഹെ സാധാരണ സുഖത്തിൻ്റെ വർണ്ണനയുമാണ് ചെയ്യുന്നത്. कविता में कवि ने लंबे समय के बाद गाँव लौटने पर अपने अनुभवों को साझा किया है. കവിതയിൽ കവി ദീർഘനാളുകൾക്ക് ശേഷം സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തിയിട്ട് അവിടെയുണ്ടാകുന്ന അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ് കവിത. कवि ने उन छोटे छोटे अनुभवों का वर्णन किया है जिन्हें उन्होंने बहुत दिनों बाद पुनः महसूस किया. എന്താണോ അദ്ദേഹത്തിന് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അനുഭവിക്കാൻ സാധിച്ചത് ആ അനുഭവങ്ങളെക്കുറിച്ചാണ് കവി ഈ ചെറിയ കവിതയിൽ വർണ്ണിക്കുന്നത്. യഹ് പക്കി ഹുയി സുൻഹലി ഫസലോं की मुस्कान को देखना. അത് പാകമായ സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളുടെ പുഞ്ചിരി കാണുക. കിശോരിയോ കെ ദാൻ കൂട്ടനെ കി മധുർ ആവാസ് കോ സുനന. ബാലികമാർ നെല്ലു കുത്തുന്ന മധുരമായ ശബ്ദം കേൾക്കുക. മൗൽസിരി കെ താസെ ഫൂൽ കി ഖുശ്ബൂ കോ സൂംഘന. ഇലഞ്ഞിപ്പൂവിൻ്റെ ശുദ്ധമായ പൂവിൻ്റെ ഗന്ധം മണക്കുക. ഗംവയി പകടണ്ടി കി ധൂൽ കോ ചൂന. ഒറ്റയടിപ്പാതയിലെ പൊടി സ്പർശിക്കുക.
താൾ മക്കാന ഗാന, താൾ മക്കാന കഴിക്കുക, और गन्ने चूसना, കരിമ്പിൻ ജ്യൂസ് കുടിക്കുക, ഇൻ സബി അനുഭവം കോനോനെ ജി ബർക്കർ ജിയ, ഈ എല്ലാ അനുഭവങ്ങളെയും അദ്ദേഹം മനസ്സു നിറയെ ആസ്വദിച്ചു. कवि का संदेश है कि वास्तविक सुख सरलता और प्रकृति के निकटता में निहित है. കവിയുടെ സന്ദേശം യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് ലാളിത്യവും അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുമാണ്. പ്രകൃതിക്ക് നികടതാമേ നിഹിത് ഹെ, പ്രകൃതിയോടുള്ള അടുപ്പത്തിലും ഉള്ളതാണ് യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം. അപ്പം അത്രയാണ് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.